ശരി, ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, 10 മാർക്കിനുള്ള 3 കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ദേശീയ സിംബൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ നമ്മുടെ വിവരാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ധാരാളം ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ സംസാരിക്കേണ്ടതുണ്ട്. സോ നല്ല പോലെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ശരി. അറിഞ്ഞാത്ത പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ കമന്റ് ഇട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തെന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്ന കുട്ടികളെ കമന്റ് ചെയ്തേ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തില് മൗലിക അവകാശങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് മൗലിക അവകാശങ്ങൾ പറയുന്നത്? ഭാഗം 3 ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പറയുന്നത് കുട്ടികളെ? ഭാഗം 3 ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? 12 മുതൽ 35 വരെ. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ, അതായത് ഇന്ത്യയുടെ ടെറിട്ടറി പരാമർശിക്കുന്നത്, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറി പരാമർശിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഇന്ത്യയുടെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറി പരാമർശിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? പറയേ. ഇന്ത്യയുടെ ടെറിട്ടറി പരാമർശിക്കുന്നത് ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. പൗരത്വം പരാമർശിക്കുന്നത് കമന്റ് ചെയ്. പൗരത്വം പരാമർശിക്കുന്നത് 2 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെ. നിർദ്ദേശക തത്വങ്ങൾ പരാമർശിക്കുന്നത് 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ പരാമർശിക്കുന്നത്. 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെ. ഓക്കെ, ക്ലിയർ ആണ്. 36 മുതൽ 51 വരെ. ഇനി 4A എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. 4A അതിൽ 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് മൗലിക കടമകൾ. 4A അതിൽ 51A അതാണ് ഏത് കുട്ടികളെ? മൗലിക കടമകൾ. 4A 51A അതാണ് മൗലിക കടമകൾ. അതുപോലെ 5 എന്ന പാർട്ടിൽ 52 മുതൽ 151 വരെ. 5 എന്ന പാർട്ടിൽ 52 മുതൽ 151 വരെ എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നു? 5 എന്ന പാർട്ടിൽ 52 മുതൽ 151 വരെ യൂണിയനെ കുറിച്ച് പരാമർശിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഞാൻ ഓർഡർ പറഞ്ഞുതരാം. പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ പറ്റി പറയുന്നു. പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. പാർട്ട് 2 5 മുതൽ 11 വരെ പൗരത്വം. സ്ഥിരം ചോദ്യമാണ്. പാർട്ട് 2 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെ പൗരത്വം. പാർട്ട് 3 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ. പാർട്ട് 3 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ. പാർട്ട് 4 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. 4A 51 മൗലിക കടമകൾ. 4A 51A മൗലിക കടമകൾ. 5 52 മുതൽ 151 വരെ. 5 52 മുതൽ 151 വരെ യൂണിയൻ. അതിൽ പാർലമെന്റ്, രാഷ്ട്രപതി, സുപ്രീം കോടതി, നമ്മുടെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 5-ലാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ പിള്ളേരെ ചില പരീക്ഷകളിൽ ഈ ബേസ് വിട്ട് PSC ചോദിക്കുന്ന കുറച്ച് പാർട്ടുകളുണ്ട്. ചില പരീക്ഷകളിൽ ബേസ് വിട്ട് PSC ചോദിക്കുന്ന കുറച്ച് പാർട്ട്. ഇതൊക്കെ ബേസ് ആണ്.
ഇതൊക്കെ ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ബേസ് ആണ്. ഈ ബേസ് വിട്ട് PSC കയറി പോകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാൻ അത് ചോദിക്കട്ടെ, നിങ്ങളടുത്ത് ചോദിക്കട്ടെ. ഓക്കെ, കട്ടയ്ക്ക് കൂടെ നിന്നോണം. പിള്ളേരെ പാർട്ട് 14 308 മുതൽ 323 വരെ. പാർട്ട് 14 308 മുതൽ 323 വരെ. പാർട്ട് 14 308 മുതൽ 323 വരെ ഉദ്യോഗസ്ഥ നിയമനം PSC. പാർട്ട് 14 308 മുതൽ 323 വരെ ഉദ്യോഗസ്ഥ നിയമനം PSC. ഓക്കെ. പാർട്ട് 14A 323A 323B എന്തിനെ കുറിച്ച് പറയുന്നു? പാർട്ട് 14A ആർട്ടിക്കിൾ 323A 323B എന്താണ് കുട്ടികളെ? ട്രൈബ്യൂണലുകൾ. എന്താണ്? ട്രൈബ്യൂണലുകൾ. ഓക്കെ. അതിൽ 323A പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. നിങ്ങൾക്ക് പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആർട്ടിക്കിൾ 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആർട്ടിക്കിൾ 323A. ഓക്കെ. 323B എന്താണ്? 323B എന്താ കുട്ടികളെ? മറ്റ് കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നികുതിയുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണൽ, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണൽ, അതാണ് 323B. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ട്രൈബ്യൂണൽ? അല്ലെങ്കിൽ എന്തിനാണ് പിള്ളേരെ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞേ. നമുക്ക് സാവകാശം പോയാൽ മതി, വെപ്രാളപ്പെടണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും പറഞ്ഞു പോയാൽ മതി, വെപ്രാളപ്പെടേണ്ട ആരും. പറഞ്ഞേ, എന്തിനാണ് ട്രൈബ്യൂണൽ? നമ്മുടെ കോടതികളുടെ ധർമ്മം എന്താ പിള്ളേരെ? കോടതികളുടെ ധർമ്മം എന്താണ്? പറഞ്ഞേ, കോടതികളുടെ ധർമ്മം എന്താണ്? കോടതികളുടെ ഫംഗ്ഷൻ. കോടതികളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ തർക്ക പരിഹാരമാണ്, അല്ലെ? കോടതികളാണ് തർക്ക പരിഹാരങ്ങൾ നടത്തുന്നത്. തർക്കങ്ങൾ പരിഹരിക്കുക, ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുക എന്നതാണ്, തർക്കങ്ങൾ തീർപ്പാക്കുക എന്നതാണ് കോടതിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ കോടതികളിൽ ഓൾറെഡി തന്നെ കേസുകൾ വളരെ കൂടുതലല്ലേടാ? കേസുകൾ വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ക്രിമിനൽ കേസുകൾ മാത്രമാണെങ്കിൽ ഇപ്പൊ അമ്മയുടെ കേസ്, അമ്മുമ്മയുടെ കേസ്, മനസ്സിലായ, രാഷ്ട്രീയക്കാരുടെ കേസ്, പീഡന കേസ്, MLA കേസ്, അങ്ങനെ പലതരം കേസുകൾ, സിനിമാ നടന്മാരുടെ കേസ് കൊണ്ട് ഇപ്പൊ കോടതി, അതിന് വേറെ കോടതി ട്രൈബ്യൂണൽ തുടങ്ങണം. ഓക്കെ അല്ലേ? അപ്പം ഈ കേസുകൾ, ഒരുപാട് കേസുകൾ കോടതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാകുന്നത് കൊണ്ട് ഇങ്ങനെ പല വിഷയങ്ങൾക്കായി തർക്ക പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ട് ട്രൈബ്യൂണൽസ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത്, മനസ്സിലായ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. അതുപോലെ നമ്മുടെ ഈ ഹരിത ട്രൈബ്യൂണൽ ഉണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹരിത ട്രൈബ്യൂണലാണ്. പരിഹരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ അല്ലേ? അപ്പൊ 14A 323 323B 323A 323B എന്താ കുട്ടികളെ? ട്രൈബ്യൂണലുകൾ. അടുത്ത് പാർട്ട് 15 324 മുതൽ 329 വരെ എന്താണ്? പാർട്ട് 15 324 മുതൽ 329. ഇലക്ഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ. എന്താ കുട്ടികളെ? ഇലക്ഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ 324 മുതൽ 329 വരെ ഇലക്ഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ. ഈ ഇലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ പാടില്ല. അതൊരു UPSC ചോദ്യമാണ്. ഏത് ആർട്ടിക്കിളിലാണ് പരാമർശിക്കുന്നത്? റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ആർട്ടിക്കിളാണ് 329. ആ 329 ഈ കാര്യം പറയുന്നത്. കോടതിയുമായി, ഈ ഇലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമ്പൂർണ്ണ അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. കോടതികൾക്ക് പോലും അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്നത് 329. അവർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട് എന്ന് പരാമർശിക്കുന്ന 329 കേട്ടോ. ശരി. ഇനി പാർട്ട് 16
330 മുതൽ 342 വരെ. പാർട്ട് 16 330 മുതൽ 342 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? കമന്റ് ചെയ്തേ. പാർട്ട് 16 330 മുതൽ 342 വരെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. പാർട്ട് 16 330 മുതൽ 342 വരെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. പാർട്ട് 17 343 മുതൽ 351 വരെ. പാർട്ട് 17 343 മുതൽ 351 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നു. എന്തിനെ കുറിച്ച് പറയുന്നു? ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നു. ഔദ്യോഗിക ഭാഷകൾ. പാർട്ട് 18 352 മുതൽ 360 വരെ. 352 മുതൽ 360 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? പാർട്ട് 18 352 മുതൽ 360 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. എന്തിനെ കുറിച്ച് പറയുന്നു? അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. അടിയന്തരാവസ്ഥ. പാർട്ട് 20 ആർട്ടിക്കിൾ 368. പാർട്ട് 20 ആർട്ടിക്കിൾ 368 എന്തിനെ കുറിച്ച് പറയുന്നു? പറവളെ. പാർട്ട് 20 ആർട്ടിക്കിൾ 368 എന്തിനെ കുറിച്ച് പറയുന്നു? ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പഠിച്ച മുഴുവൻ പാർട്ടുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. പഠിച്ച മുഴുവൻ പാർട്ടുകളും ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തോ ഇല്ലയോ നോക്കിക്കോണം. പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഇന്ത്യയിലെ പ്രദേശങ്ങൾ. പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്റെ കൂടെ പറയുക പൗരത്വം. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ. പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. പാർട്ട് 4A ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5 52 മുതൽ 151 വരെ യൂണിയൻ. പാർട്ട് 14 308 മുതൽ 323 വരെ. പാർട്ട് 14 308 മുതൽ 323 വരെ ഉദ്യോഗസ്ഥ നിയമനം, PSC. ഓക്കെ. പാർട്ട് 14A 323A 323B ട്രൈബ്യൂണലുകൾ. അതില് 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, 323B മറ്റു കാര്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ. അടുത്ത് പാർട്ട് 15 324 മുതൽ 329 വരെ ഇലക്ഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ. പാർട്ട് 16 330 മുതൽ 342 വരെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങൾ. പാർട്ട് 16 330 മുതൽ 342 വരെ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങൾ. പാർട്ട് 17 343 മുതൽ 351 വരെ ഔദ്യോഗിക ഭാഷകൾ. പാർട്ട് 18 352 മുതൽ 360 വരെ അടിയന്തരാവസ്ഥ. പാർട്ട് 20 368 ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇത്രയും പാർട്ടുകൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടുകൾ ചോദിക്കുമ്പോൾ ഇത്രയും പാർട്ടുകൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കും. ഇനി അടുത്ത് നമ്മുടെ ജൂലൈ മാസം 18-നും പിന്നെ ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ബാച്ച് ആണ്. ടോട്ടൽ ക്ലാസ് എല്ലാം ലൈവ് ആണ് വരുന്നത്. 379 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ, അതായത് ഒരാഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 മോഡൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് മുമ്പേ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ജോയിൻ ചെയ്യുക പെട്ടെന്ന്. അപ്പൊ പലരും ചിന്തിക്കും, ഇപ്പൊ ഫോഴ്സ് എക്സാമിനൊക്കെ
നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വലുതായിട്ട് കടുപ്പിച്ചില്ലല്ലോ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, പ്രിലിംസിന് നിങ്ങൾ പോകുമ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന നിലവാരത്തിന് പുറത്തുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു രീതി അങ്ങനെയാണ്. ഓക്കെ അല്ലേ? ആ ഒരു രീതിക്ക് ഒരു ഉദാഹരണമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? കമന്റ് ചെയ്ത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ, ചോദ്യം മനസ്സിലാക്കുക, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 24ാം ഭേദഗതി 1971. 24ാം ഭേദഗതി 1971. ഓക്കെ, പാർലമെന്റിന് എന്തും ഭേദഗതി ചെയ്യാം, പാർലമെന്റിന് ഏത് ഭാഗം വേണോ ഭേദഗതി ചെയ്യാം. പക്ഷേ അടിസ്ഥാന ഘടനയിൽ തൊടാൻ പാടില്ല. ജനാധിപത്യം, റിപ്പബ്ലിക്കൻ ഭരണരീതി, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളിൽ തൊടാൻ പാടില്ല. അടിസ്ഥാന ഘടകങ്ങളിൽ തൊടാതെ, അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താതെ പാർലമെന്റിന് ഏത് ഭാഗം വേണോ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞത് 24ാമത്തെ ഭേദഗതി 1971. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 71-ലെ 24ാം ഭേദഗതി സമയത്ത് ആര് പ്രധാനമന്ത്രി, ആര് രാഷ്ട്രപതി? ആര് പ്രധാനമന്ത്രി, ആര് രാഷ്ട്രപതി? കമന്റ് ചെയ്ത്. ആരാ പ്രധാനമന്ത്രി, ആരാ രാഷ്ട്രപതി? പോരട്ടെ. 71-ല് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, അതല്ല ഞാൻ പറയും, VV ഗിരി രാഷ്ട്രപതി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും VV ഗിരി രാഷ്ട്രപതി. ഓക്കെ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, VV ഗിരി രാഷ്ട്രപതി. ഓക്കെ, ക്ലിയർ ആണ് പിള്ളേരെ? നിങ്ങൾക്ക് 24 മാത്രം പഠിച്ചാൽ പോരാ. 1971-ലെ തന്നെ 26ാം ഭേദഗതി നിങ്ങൾക്ക് ചോദിക്കും. പുതിയ SCRT-യിലൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 26ാം ഭേദഗതി. 4 പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 26ാം ഭേദഗതി നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ, ഭേദഗതി 26ാം ഭേദഗതി 1971. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭേദഗതി 1971-ലെ 26ാം ഭേദഗതി. ഇന്ദിരാഗാന്ധി, VV ഗിരി. അപ്പൊ 24 ഇമ്പോർട്ടന്റ് ആണ്, 26 ഇമ്പോർട്ടന്റ് ആണ്. പിള്ളേരെ സെറ്റല്ലേ? പറഞ്ഞേ, സെറ്റല്ലേ? ഓക്കെ അല്ലേ? ശരി, നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ വെറുതെ പറയണല്ല, പുതിയ SCRT ഒക്കെ പഠിച്ചവർക്ക് അറിയാം, അത് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഒരു സ്ഥിരം ചോദ്യമാണ്, വീണ്ടും ചോദിക്കും. അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാലവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. വെപ്രാളം കയറി തെറ്റിക്കാതിരുന്നാൽ പ്രശ്നമില്ല. ഏത് ഭേദഗതി കുട്ടികളെ? 1978-ലെ 44ാം ഭേദഗതി. പക്ഷേ 2 ചോദ്യം മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആര് പ്രധാനമന്ത്രി, ആര് രാഷ്ട്രപതി? പിള്ളേരെ കറക്റ്റ് ആണ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയും നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി. ഓക്കെ, നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി. മൊറാർജി ദേശായി പ്രധാനമന്ത്രി, നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? Tell me. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി, ശരിയോ തെറ്റോ? ആയിരുന്നു. നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. ആര് വരുന്നത് വരെ? ദ്രൗപദി മുർമു വരുന്നത് വരെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു.
ദ്രൗപദി മുർമു വരുന്നത് വരെ നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. നിലവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതി, ഇതൊക്കെ ദ്രൗപദി മുർമുവാണ്. എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ആന്ധ്ര സംസ്ഥാനം 1953 ഒക്ടോബർ 1 നിലവിൽ വന്ന ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ശരിയോ തെറ്റോ? 1953 ഒക്ടോബർ 1 നിലവിൽ വന്ന ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. അല്ലേ? സമ്മതിച്ചല്ലേ? അപ്പൊ ടി പ്രകാശം എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ആരായിരുന്നു? ടി പ്രകാശം ആരായിരുന്നു? ഇയാളെ ഭാര്യയായിരുന്ന 53 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം. നിന്റെയൊക്കെ വെപ്രാളം നിന്നെയൊക്കെ ഉന്നതങ്ങളിൽ എത്തിക്കും. ശ്രദ്ധിച്ച് ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുക. ടി പ്രകാശം ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം 1956 നവംബർ 1 നിലവിൽ വന്ന 1956 നവംബർ 1 നിലവിൽ വന്ന താങ്ക്സ് അല്ല, താങ്ക്സ്, അതാണ് വേണ്ട, താങ്ക്സ്. ഓക്കെ. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി അത് നീലം. ഓക്കെ അല്ലേ? രണ്ട് ചോദ്യമാണ് പിള്ളേരെ. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ PSC ഇടാറുണ്ട്. ഇതൊക്കെ SCERT NCERT ബേസ് ചെയ്ത് ചോദിക്കുന്നതാ. 53 ഒക്ടോബർ 1 ആന്ധ്ര ആദ്യ മുഖ്യമന്ത്രി ആരാ? ടി പ്രകാശം. 56 നവംബർ 1 ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി നീലം. സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണേ? ക്ലിയർ ആണോ? പറ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയണേ. കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ കഴിയും. ശരിയോ തെറ്റോ? കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ പറ്റും. ശരിയോ തെറ്റോ? കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ പറ്റും. ശരിയോ തെറ്റോ? എക്സിക്യൂട്ടീവ് നടപടിക്രമം പ്രകാരം നമുക്കറിയാം, സ്വത്തവകാശം ഇപ്പോ ഒരു നിയമാവകാശമാണ്. 300A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്ന ഒരു നിയമാവകാശമാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നിയമനിർമ്മാണ നടപടിക്രമം പ്രകാരം ഒരാളുടെ സ്വത്തവകാശത്തെ ഇല്ലാതാക്കാൻ കഴിയും. ഇതിൽ ഏതാ ശരി? ഇത് സ്റ്റേറ്റ്മെന്റ് 1, ഇത് സ്റ്റേറ്റ്മെന്റ് 2. ഇതിൽ ഏതാ ശരി? പിള്ളേരെ ശ്രദ്ധിച്ചോണം. കാര്യനിർവഹണ നടപടിക്രമം, അതായത് ഉദ്യോഗസ്ഥരെ തീരുമാനിച്ച ഒരു കാര്യനിർവഹണ നടപടിക്രമം പ്രകാരം ഒരു കളക്ടറോ അല്ലെങ്കിൽ ഒരു തഹസീൽദാരോ ഒരു വില്ലേജ് ഓഫീസറോ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഒരു നിയമം വരികയാണെന്ന് വിചാരിക്കുക. ഒരു നിയമം, അതായത് ഒരു വ്യക്തിക്ക് ഇത്ര സ്വത്തിനു മേൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ സ്വന്തമാക്കി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു റോഡ് വികസന പദ്ധതി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാലം വരുമ്പോഴോ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വത്ത് വിട്ട് നൽകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തവകാശത്തെ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യാൻ പറ്റും, ഒരു സ്വത്തിന് മേലുള്ള അവകാശത്തെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, കാര്യനിർവഹണ നടപടിക്രമപ്രകാരം സ്വത്തവകാശത്തെ നീക്കം ചെയ്യാൻ പറ്റത്തില്ല. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് നിലവിൽ. അതുകൊണ്ട് നിയമനിർമ്മാണ നടപടിക്രമത്തിലൂടെ മാത്രമേ ഒരു സ്വത്തവകാശത്തെ ഇല്ലാതാക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, കാര്യനിർവഹണ നടപടിക്രമത്തിലൂടെ പറ്റൂല, നിയമനിർമ്മാണ നടപടിക്രമത്തിലൂടെ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഈ റയറായിട്ടുള്ള ഫാക്റ്റുകൾ പറയുന്നത് അത് ചോദ്യം വരും കേട്ടോ, അത് ചോദ്യം വരും. നിങ്ങൾക്ക് പ്രിലിംസ് എക്സാമിന് റയർ ചോദ്യം കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. പക്ഷെ മെയിൻ എക്സാമിന് റാങ്കിന് വേണ്ടിയിട്ട്, മെയിൻ എക്സാമിൽ നമ്മളെ റാങ്കിലേക്ക് നയിക്കുന്നത്
ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ്, ആരും അറ്റൻഡ് ചെയ്യാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ മെയിൻ എക്സാമിൽ റാങ്കിലേക്ക് പോകുന്നത്. പ്രിലിംസിന് നമുക്ക് കട്ട് ഓഫ് കടന്നാൽ മതി, കട്ട് ഓഫ് കടന്നാൽ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റും. പക്ഷെ മെയിൻ എക്സാമിന് റാങ്ക് കിട്ടണം, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുട്ടികളെ? ഈ പറയുന്ന വെറൈറ്റി ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒടുക്കത്തെ മഴ ആണ്, നെറ്റ് കിട്ടുന്നില്ല. എവിടെടാ മഴ? ഇതിന്റെ സ്ഥലം എവിടാ? പോയി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വളരെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 16 അല്ലെ? ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 16 അവസര സമത്വം. എടാ, ആർട്ടിക്കിൾ 15 എന്താ പറയുന്നേ? ഒന്ന് കമന്റ് ചെയ്തേ. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നേ? ആർട്ടിക്കിൾ 15 എന്താ പറയുന്നേ? 16 അവസര സമത്വമാണെങ്കിൽ, 16 അവസര സമത്വമാണെങ്കിൽ പിള്ളേരെ 15 എന്താ? 15 നിലമ്പൂര്. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ, റെക്കോർഡ് കണ്ടാ മതി. 15 വിവേചനങ്ങൾ പാടില്ല. 15 വിവേചനങ്ങൾ പാടില്ല. 15 വിവേചനങ്ങൾ പാടില്ല. ഓക്കെ അല്ലേ? ഡിസ്ക്രിമിനേഷൻ. അടുത്ത 20 എന്താ പറയുന്നേ? 20 എന്താ പറയുന്നേ? 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ 20 പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ. 21 എന്താ പറയുന്നേ? 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 21 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. 16. ഓക്കെ, ഇനി വിവേചനങ്ങൾക്കെതിരെ 15. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ 20. അതുപോലെ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം 21. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ചോദ്യം പ്രതീക്ഷിക്കേണ്ട 2 ആർട്ടിക്കിൾ ഞാൻ ഇവിടെ ഇടുകയാണ്. 15-ൽ 6, 16-ൽ 6. ഒന്ന് കമന്റ് ചെയ്തേ. 15-ൽ 6, 16-ൽ 6. 15-ൽ 6, 16-ൽ 6. ഒന്ന് ഓർത്ത് പറയും, നിങ്ങൾക്ക് അറിയാം. 15-ൽ 6, 16-ൽ 6. EWS എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. 15-ൽ 6 എന്താണ്, 16-ൽ 6 എന്താണെന്ന് പറയണം. പറ, 15-ൽ 6 എന്താണ്, 16-ൽ 6 എന്തെന്ന് പറയണം. കൽമി പോരാ അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. പിള്ളേരെ, 2019-ലെ 103-ാം ഭരണഘടന ഭേദഗതി പ്രകാരം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന സംവരണം കൊണ്ടുവരുന്നു. അതായത് മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം. അതാണ് EWS. ഓക്കെ, 103-ലെ 3-നെ തിരിച്ചിട്ടാൽ E ആയി. 103-ലെ 3-നെ തിരിച്ചിട്ടാൽ E ആയി. അപ്പൊ 103 EWS 2019-ലെ 103-ാമത്തെ അമെൻമെന്റ്. അതിൽ 15(6) എന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തുന്നു. വിദ്യാലയങ്ങളിൽ 10% സംവരണം EWS കാറ്റഗറിക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 10% സംവരണം EWS കാറ്റഗറിക്ക്. ഓക്കെ, 16-ൽ 6 എന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തുന്നു. പിള്ളേരെ, പൊതു നിയമനങ്ങളിൽ 10% EWS 10% സംവരണം EWS കാറ്റഗറിക്ക്. ഓക്കെ, 15(6) വിദ്യാലയങ്ങളിൽ 10% സംവരണം EWS കാറ്റഗറിക്ക്. 16-ൽ 6 പൊതു നിയമനങ്ങളിൽ 10% സംവരണം EWS കാറ്റഗറിക്ക്. ഓക്കെ, മനസ്സിലായ?
15-6 വിദ്യാലയങ്ങളിൽ 10% സംവരണം EWS കാറ്റഗറിക്ക്, 16-6 പൊതുനിയമനങ്ങളിൽ 10% സംവരണം EWS കാറ്റഗറിക്ക്. ഓക്കെ, സെറ്റ് അല്ലേ? ടെൽ മീ ഓക്കെ അല്ലേ? ആ, ഇനിയുണ്ട് ചോദ്യം. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, പ്രീവിയസ് ചോദ്യമാണ്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പറഞ്ഞേ. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 15-3. ഏതാണ്? 15-3. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 15-3 ആണ്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 15-3. പോക്സോ ഒക്കെ പുതിയ SCRT കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുപ്രധാന നിയമങ്ങൾ പ്രിലിംസിന് പഠിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും നോക്കാതെ പോവരുത്, കയറി ചോദിക്കും. SCRT ബേസ് ചെയ്ത് ചോദ്യം വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ കയറി ചോദിക്കും. പോക്സോയുടെ പൂർണ്ണരൂപം എന്താണ്? പോക്സോയുടെ പൂർണ്ണരൂപം എന്താണ്? പറഞ്ഞേ. പോക്സോ എന്നതിന്റെ പൂർണ്ണരൂപം ആരാദ്യം കമന്റ് ചെയ്യും? പോക്സോ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? പോക്സോയുടെ പൂർണ്ണരൂപം എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ചൈൽഡ് അല്ല, ചിൽഡ്രൻ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഓക്കെ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമാണ്. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. കുട്ടികൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ കീഴിൽ വരും എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? കുട്ടികൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ഇല്ല. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രമേ സെക്ഷൽ ഒഫൻസസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. പോക്സോ നിയമത്തില് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വേർതിരിവില്ല. പോക്സോ നിയമത്തിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വേർതിരിവില്ല. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു? കുട്ടികളെ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. ഓക്കെ അല്ലേ? ക്ലിയറാണ് എന്നും പറഞ്ഞ് 18 വയസ്സിന് താഴെയുള്ളവരെ പ്രേമിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ അല്ലേ? അതിപ്പോ നമ്മുടെ സർക്കാരിന് നിങ്ങൾക്ക് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റോമിയോ ജൂലിയറ്റ് നയം അല്ലെങ്കിൽ റോമിയോ ജൂലിയറ്റ് ചട്ടം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നതെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് കുട്ടികളെ? പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കല്യാണം കഴിയുന്നവരൊക്കെ വെയിറ്റ് ചെയ്യുക. 18 വയസ്സ് പൂർത്തിയായി കല്യാണം കഴിയുന്നവരൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടാകണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടച്ച് പോലും ചിലപ്പം പിൽക്കാലത്ത് പോക്സോ കേസായിട്ട് മാറും. ഓക്കെ, ക്ലിയറാണ്. കൊച്ചു പിള്ളേരാണ്. ചേട്ടൻ എന്റെ ദൈവമാണ്, ചേട്ടനാണ് എനിക്കെല്ലാം, ചേട്ടനെ മറന്നതെന്ന് എനിക്കൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആവേശം തരാൻ ചാൻസ് ഉണ്ട്. നമ്മളെയൊക്കെ കാലം കഴിഞ്ഞ് 18ന്റെ ഇരട്ടിയും കഴിഞ്ഞ്. ഓക്കെ, നിങ്ങളെയൊക്കെ കാലം കൊച്ചുപിള്ളേരുടെ പയ്യന്മാരത്ത് ഞാൻ പറയണതാണ് കേട്ടോ. അതുകൊണ്ട് കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണം. ശരി, അവസാനം CSC ക്ലാസ് അഖിൽ സാറ് പറഞ്ഞു പ്രേമിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ പ്രേമിക്കുന്നതിന് കുഴപ്പമില്ലെന്നേ പറഞ്ഞിട്ടുള്ളേ. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഒന്ന് കമന്റ് ചെയ്തേ. അടിയന്തരാവസ്ഥ കാലത്ത് 359 പ്രകാരം എന്ത് ചെയ്യും കുട്ടികളെ? മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇവിടെ പഠിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാവേ. ശ്രദ്ധിച്ചു കേട്ടോണെ. അതായത് നമ്മള് 359 പറയുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ
രാഷ്ട്രപതിക്ക് ആർട്ടിക്കിൾ 359 പ്രകാരം പ്രകാരം 20, 21 എന്നീ ആർട്ടിക്കിൾസിൽ പരാമർശിക്കുന്ന മൗലിക അവകാശങ്ങൾ ഒഴികെ ബാക്കിയുള്ള മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് ആർട്ടിക്കിൾ 359 പ്രകാരം, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് 359 പ്രകാരം 20, 21 എന്നീ ആർട്ടിക്കിൾസിലെ മൗലിക അവകാശങ്ങൾ ഒഴികെ ബാക്കിയുള്ളവ റദ്ദ് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. 44ാം അമൻമെന്റ്, 1978 44ാം അമൻമെന്റിന് മുമ്പ് വരെ ഈ 20, 21 ഒഴിവില്ലായിരുന്നു. എല്ലാം പോകും. രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ എല്ലാം എടുത്ത് കളയായിരുന്നു. മനസ്സിലായ? 1978 44ാം ഭേദഗതി 1978 44ാം ഭേദഗതിയിലാണ് 20, 21 ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, അടിയന്തരാവസ്ഥ കാലത്തും 20, 21 ക്യാൻസൽ ചെയ്യാൻ പറ്റൂല എന്നാക്കിയത്. മനസ്സിലായ? 44ാം ഭേദഗതിക്ക് മുമ്പ് എല്ലാം ക്യാൻസൽ ചെയ്യായിരുന്നു. ആ പോയിന്റ് മനസ്സിലായ എല്ലാവർക്കും? പറഞ്ഞേ, ഞാൻ ഇപ്പൊ പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായ? ആർട്ടിക്കിൾ 359 എക്സ്പ്ലനേഷൻ മനസ്സിലായ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? ആയി. ഓക്കെ. ഇനി 358 ശ്രദ്ധിച്ചു കേട്ടോണേ. യുദ്ധം കാരണമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കാരണമോ, വളരെ യുദ്ധം കാരണമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കാരണമോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ ആർട്ടിക്കിൾ 19(1) പരാമർശിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടമാകും. സ്വാഭാവികമായി നഷ്ടമാകും, സ്വമേധയാ നഷ്ടമാകും. അതാണ് ആർട്ടിക്കിൾ 358. യുദ്ധം കാരണമോ പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കാരണമോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ 19(1) പരാമർശിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടമാകും. അതാണ് ആർട്ടിക്കിൾ 358. ഓട്ടോമാറ്റിക്കലി പോവും. ഓക്കെ അല്ലേ? വളരെ പറ, സെറ്റല്ലേ? അപ്പൊ 359 മനസ്സിലായി, 358 മനസ്സിലായി, 359 മനസ്സിലായി, 358 മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണ്. 359 സെറ്റാണ്, 358 സെറ്റാണ്. 359 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രാഷ്ട്രപതിക്ക് 359 പ്രകാരം 20, 21 ഒഴികെയുള്ള മറ്റ് മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ കഴിയും. 358 യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം എന്നിവ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 19(1) പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഓക്കെ പിള്ളേരെ, ഇനി ഈ ഒരു കാര്യം, അതായത് യുദ്ധം, പുറത്തുനിന്നുള്ള കടന്നുകയറ്റം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 19(1) കട്ടാവൂ എന്ന് കൊണ്ടുവന്നത് 44ാം അമൻമെന്റ് പ്രകാരമാണ് കേട്ടോ. അതായത് 44ാം അമൻമെന്റിന് മുമ്പ് ഏത് രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും, 44ാം അമൻമെന്റിന് മുമ്പ് ഏത് രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും നമുക്ക് 19(1) ക്യാൻസൽ ആകുമായിരുന്നു. എന്നാൽ 44ാം ഭേദഗതി പ്രകാരം യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം എന്നീ കാര്യങ്ങൾ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ മൗലിക സ്വാതന്ത്ര്യങ്ങൾ കട്ടാവത്തുള്ളൂ. ഓക്കെ അല്ലേ?
മനസ്സിലാക്കേ. അടുത്ത, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയം, അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയം ഇന്ത്യ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശം റദ്ദ് ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമെന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? ജർമ്മനിയൊക്കെ പൊട്ടിയല്ലേ? ഈ പ്രാവശ്യം ലോകകപ്പ് അർജന്റീനയോ ഫ്രാൻസോ വിജയിക്കുമെന്നാണ് തോന്നുന്നില്ലേ? നിങ്ങൾ ആരുടെ കൂടെയാ? അർജന്റീനയുടെ കൂടെയാണോ ഫ്രാൻസിന്റെ കൂടെയാണോ നിങ്ങൾ? അതോ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ കൂടെയാണോ? ഏത് അർജന്റീന, ഏത് ഫ്രാൻസ്, ഏത് ലോകകപ്പ്? ബോത്താ? എന്ത് കപ്പ് മുറിച്ചു കൊടുക്കുക? ആടാ ബോത്ത് ഫോളോ ചെയ്താര്? അനു സിയറിന് വയ്യേ? അനു സിയർ അർജന്റീന. ഓക്കെ, ഇപ്പം ബ്രസീലുകാരന്മാര് മെസ്സി അണ്ണൻ. ശരി, പിള്ളേർ നോക്കിയോ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. എനിക്ക് അങ്ങനെ ടീമൊന്നുമില്ല. 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നൊരു ടീം പോവാത്തിന്റെ വിഷമത്തിലിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ടീമില്ല. ഓക്കെ, നോക്കിയോ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. പിള്ളേരെ 1993. ഓക്കെ, 1993 സെപ്റ്റംബർ 28. നിങ്ങൾക്ക് ചോദിക്കും, പറ എന്താണ് 1993 സെപ്റ്റംബർ 28? 1993 സെപ്റ്റംബർ 28 എന്താ കുട്ടികളെ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഓക്കെ, 93 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ആക്ട് 93 ഒക്ടോബർ 12. 93 ഒക്ടോബർ 12 എന്താ? 93 ഒക്ടോബർ 12 എന്താ? പറ, ഇത് പഠിക്കാതെ പോകാൻ വരൂല. 93 ഒക്ടോബർ 12 NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. 1998 ഡിസംബർ മാസം 11. പറ, 1998 ഡിസംബർ മാസം 11 പറ. 1998 ഡിസംബർ മാസം 11 പറ പിള്ളേരെ. 98 ഡിസംബർ മാസം 11. SHRC സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. SHRC അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പിള്ളേരെ 93 സെപ്റ്റംബർ 28 നിയമം, 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് അറിഞ്ഞിരിക്കണം. 93 സെപ്റ്റംബർ 28 നിയമം, 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? പറ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? പിള്ളേരെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. രാജിക്കത്ത് സ്വീകരിക്കുന്നത് ആരാ? രാജിക്കത്ത്, ഇവർക്ക് രാജിവെച്ച് പുറത്തു പോകണമെങ്കിൽ രാജിക്കത്ത് സ്വീകരിക്കുന്നത് ആരാ? രാജിവെച്ച് പുറത്തു പോകണമെങ്കിൽ രാജിക്കത്ത് സ്വീകരിക്കുന്നത് ആരാ? അത് ഗവർണർ. രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഗവർണർ.
നീക്കം ചെയ്യുന്ന ഷിജോ നീക്കം ചെയ്യുന്നതാരാ? നീക്കം ചെയ്യുന്നതാരാ? രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നതാരാ? നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. നീക്കം ചെയ്യുന്ന പ്രസിഡന്റ്. ഓക്കെ. റിപ്പോർട്ട് സ്വീകരിക്കുന്നത് ആരാ? റിപ്പോർട്ട് സ്വീകരിക്കുന്നത് ആരാ? റിപ്പോർട്ട് സ്വീകരിക്കുന്നത് ആരാ? റിപ്പോർട്ട് സ്വീകരിക്കുന്നത് റിപ്പോർട്ട് സ്വീകരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇത് പഠിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഗവർണർ. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. റിപ്പോർട്ട് സ്വീകരിക്കുന്നത്, വാർഷിക റിപ്പോർട്ട് സ്വീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ. ഓക്കെ. നിയമനം, രാജിക്കത്ത് ഗവർണർ, നീക്കം ചെയ്യൽ പ്രസിഡന്റ്, റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ. സെറ്റല്ലേ? പറ വളരെ. സെറ്റല്ലേ? 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 സെറ്റാണ്. 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 ഓക്കെ. ഒരു ഉഷാറില്ല. നിങ്ങൾ പറന്ന് നിക്ക്, ചാടിച്ചാടി നിക്ക്, ചാടിച്ചാടി നിക്ക്, ചാടിച്ചാടി നിക്ക് പിള്ളേരെ. ചാടുക, ചാടുക. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഒരു നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് കുളിച്ച് കേട്ടാ നല്ല ഫ്രഷ് ആയിട്ട് വേണം ക്ലാസ്സിന് കയറാൻ. ഇത് മറ്റേ ഉച്ചയൊക്കെ കയറി കിടന്ന് ഇറങ്ങിയിട്ട് ഒരു 7 മണിക്ക് കഴിച്ച് മറ്റേ ചാലുവയൊക്കെ ഒലിപ്പിച്ച് അതിനെയും തുടച്ചിങ്ങനെ ഇരിക്കും. നോക്കിയോ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരെന്നാണ് ചോദ്യം. ഓക്കെ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരെന്നാണ് ചോദ്യം. പിള്ളേരെ പറ, എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാ? ഒളിക്ക് പോയിട്ട് വരണ്ടേ? ഓക്കെ. എടാ ഞാൻ 4 മണി വരെ ക്ലാസ് എടുത്തിട്ട് ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയി കുളിച്ച് ചെറിയൊരു ചായ കുടിച്ച് തിരിച്ചു പോകുന്ന ഇത്ര തരം ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയുള്ളൂ. ഞാൻ എന്റെ എനർജിയോടെ ഞാൻ ക്ലാസ് എടുക്കല്ലേ? ഓക്കെ. പിന്നെ ഇത് എന്റെ ജോലി, മനസ്സിലായില്ലേ? ഓക്കെ. ഈ കുളി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന സാധനമാണ്. ഓക്കെ. കുളി എന്ന് പറയുന്നത് നമ്മളിപ്പോ വൈകുന്നേരമൊക്കെ നമ്മൾ പഠിക്കാതിരിക്കപ്പോഴേ വൈകുന്നേരമൊക്കെ നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എനർജി ഫീൽ ചെയ്യും. കുളി ഒരു റീഫ്രഷ്മെന്റ് ആണ് അല്ലേ? കുളി ഒന്ന് റീഫ്രഷ്മെന്റ് ആണ്. ഓക്കെ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ശരിയായ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളിൽ ദിവസവും കുളിക്കുക ഒരു പോയിന്റ് ആണ്. ചോറും കഴിച്ചിട്ട് നിനക്ക് രേവതിക്ക് എപ്പോഴും ഈ ചോറ് കഴിപ്പിനെ കുറിച്ച് മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഒന്നുകിൽ ചോറ് കഴിച്ചുകൊണ്ട് ക്ലാസ് കാണുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ പോകുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് ഇരിക്കണം എന്ന് പറയും. ചോറ് കഴിപ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണ മാർഗമല്ല. ഇവിടെ നോക്കിക്കോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരെന്നാണ് ചോദ്യം. ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേര്? എത്ര പേര്? എന്നാലേ ചാരിന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. 7 പേര്. 7 പേര്. അതൊരു പ്രാസത്തിൽ അങ്ങ് പാടി പഠിച്ചോണം. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ, ന്യൂനപക്ഷ, ബാലാവകാശ, വനിത, ഭിന്നശേഷി. ഓക്കെ. വളരെ ഒരു പ്രാസത്തിൽ അങ്ങ് പാടി പഠിച്ചോണം. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ, ന്യൂനപക്ഷ, ബാല, വനിത, ഭിന്നശേഷി. ഈ കമ്മീഷനുകളിലെ ചെയർപേഴ്സൺ, അതിൽ ഭിന്നശേഷി കമ്മീഷൻ വരുമ്പോ മാത്രം ഹൈ കമ്മീഷണർ. ബാക്കി എല്ലാ കമ്മീഷനിലും എന്താ കുട്ടികളെ? ചെയർപേഴ്സൺ. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ, ന്യൂനപക്ഷ, ബാലാവകാശ, വനിത, ഭിന്നശേഷി. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക, ന്യൂന, ബാല, വനിത, ഭിന്നശേഷി. ഈ രീതിയിൽ പറഞ്ഞ് പഠിച്ചാൽ മതി, കിട്ടിക്കോളും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉണ്ട്,
വരാത്തത്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി വരുന്നില്ല. ഓപ്ഷൻ എ ആൻസർ. മുദ്രാവാക്യം. ഇതുപോലെ നമ്മൾ മുദ്രാവാക്യം പഠിച്ചിട്ടുണ്ടല്ലോ വേറെ. RBI, SBI, SEBI, നബാർഡ്, BCCI, LIC. ഈ മുദ്രാവാക്യം ഓർമ്മേണ്ട. RBI, SBI, SEBI, നബാർഡ്, BCCI, LIC. RBI, SBI, SEBI, നബാർഡ്, BCCI, LIC. എന്താ? മുംബൈ ആസ്ഥാനമായി വരുന്ന സ്ഥാപനങ്ങൾ. RBI, SBI, SEBI, നബാർഡ്, BCCI, LIC. ഇതെല്ലാം മുംബൈ ആസ്ഥാനമായി വരുന്ന സ്ഥാപനങ്ങളാണ് അല്ലേ. ഇതില് ഈ ബി വെച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചാൽ മുംബൈയുടെ ബി വെച്ചിട്ടൊക്കെ പഠിച്ചാൽ മതി. പഠിച്ചിരുന്നാൽ കിട്ടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ മുംബൈയിൽ തന്നെ വരുന്ന ഒരു വാക്കുണ്ട്. മുംബൈ പ്രാസത്തിൽ വരുന്ന വേറൊരു വാക്കായി പോകും പഠിച്ചില്ലെങ്കിൽ. ഓക്കെ, എനിക്കിവിടെ പറയാൻ പറ്റൂല. ക്ലിയർ ആണ്? അടുത്ത, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓക്കെ പിള്ളേരെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ചെയർപേഴ്സണും രണ്ട് മെമ്പേഴ്സും ഉൾപ്പെടെ 3 പേരാണ്. മനസ്സിലായ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 2 മെമ്പേഴ്സും ഉൾപ്പെടെ 3 പേരാണ്. 2 മെമ്പേഴ്സും ഉൾപ്പെടെ 3 പേരാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ആ 3 പേരെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ആ കമ്മിറ്റിയിൽ ഗവൺമെന്റിൽ നിന്ന് 2 പേരുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി. ഷിജുവിന് ഇന്ന് ആകെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി. നിയമസഭയിൽ നിന്ന് 2 പേരുണ്ട്. നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ഇനി ഈ കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ഓക്കെ അല്ലേ? ഈ കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. അപ്പൊ പിള്ളേരെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അവരെ വിട്ടേരാ. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. അതുപോലെ നിങ്ങൾക്കറിയാം KT അമ്പു. വാട്ട് ഈസ് KT അമ്പു എന്ന കോഡ്? KT അമ്പു എന്ന കോഡ് എന്താ? KT അമ്പു എന്ന കോഡെന്ന് വെച്ച് കഴിഞ്ഞാല് കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. KT അമ്പു എന്ന് പറഞ്ഞാൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളാണ്. കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. ഇവിടെയെല്ലാം നിയമസമിതി ഇല്ലേ പിള്ളേരെ? ഇവിടെയെല്ലാം നിയമസമിതി. അപ്പൊ നിയമസമിതിയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ആ നിയമസമിതിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാൻ, അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഓപ്പോസിഷൻ ലീഡർ, ഇത്രയും പേരുണ്ടാകും. മനസ്സിലായ? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാനും ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും. അപ്പൊ സാധാരണ നമ്മളെ കേരളം പോലുള്ള സാധാരണ സംസ്ഥാനങ്ങളിലാണെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ 4 പേര്. കേരളം പോലുള്ള സാധാരണ സംസ്ഥാനങ്ങളാണെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ 4 പേര്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ സ്പീക്കർ.
ലെഫ്റ്റ് ആയിരിക്കും. ഇനി 6 സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് 6 സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ആ 6 സംസ്ഥാനങ്ങളിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാനും ഉണ്ടാകും, ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പ്രതിപക്ഷ നേതാവും കൂടി ഇതിൽ അംഗമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? പറ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? ആയി. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അടുത്ത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണെന്നിട്ട് അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. അവര് പുരുഷൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ സ്ത്രീയെ ചോദിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. രണ്ടാമത്തെ വനിത ആരാണ്? ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന രണ്ടാമത്തെ വനിത ആരാണ്? പറ. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഏതെങ്കിലും വനിത ആയിട്ടുണ്ടാടേ? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഏതെങ്കിലും വനിത ആയിട്ടുണ്ടാ? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഏതെങ്കിലും വനിത ആയിട്ടുണ്ടാ? ഇല്ല. മനുഷ്യത്തുള്ള ഒരു വനിതയും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു പദവിയിൽ ഇതുവരെ ഒരു വനിത വന്നിട്ടില്ല. പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിതയുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആരാ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആരാ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാകുന്ന ആദ്യ വനിത ആരാ പിള്ളേരെ? VS രമാദേവി. ആരാണ്? VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത VS രമാദേവി. ചോദിക്കും. ഒരേ ഒരു വനിത VS രമാദേവി. ഓക്കെ. വീണ്ടുമുണ്ട് വളരെ ചോദ്യം. ലോകസഭ സ്പീക്കറാകുന്ന ആദ്യ വനിത. പറ. കുറച്ചു കാലവും രമാദേവി തന്നെയാണ് കേട്ടോ. കുറച്ചു കാലവും രമാദേവി തന്നെയാണ്. വളരെ ലോകസഭ സ്പീക്കറാകുന്ന ആദ്യ വനിത മീര കുമാർ. ആരാ കുട്ടികളെ? മീര കുമാർ. എത്രാമത്തെ ലോകസഭയുടെ സ്പീക്കറായിരുന്നു കുട്ടികളെ? 15ാം ലോകസഭയുടെ സ്പീക്കറായിരുന്നു. 15ാം ലോകസഭ, അതായത് 15ാം ലോകസഭയുടെ സ്പീക്കറായിരുന്നു. 2009 മുതൽ 2014 വരെയുള്ള 15ാം ലോകസഭ സ്പീക്കറായിരുന്നു മീര കുമാർ. ലോകസഭ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത ആരാണ്? ലോകസഭ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത. പറ. ലോകസഭ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത. പറയണില്ല. ലോകസഭ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത. മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്, പൂന്തേട്ട. സുമിത്ര മഹാജൻ.
16ാം ലോകസഭ 2014 മുതൽ 19 വരെയുള്ള 16ാം ലോകസഭ 2014 മുതൽ 19 വരെയുള്ള 16ാം ലോകസഭയുടെ സ്പീക്കർ ആയിരുന്നു സുമിത്ര മഹാജൻ. ഓക്കെ, അപ്പൊ ലോകസഭ സ്പീക്കർ ആകുന്ന ആദ്യ വനിത മീരാ കുമാർ. ലോകസഭ സ്പീക്കർ ആകുന്ന ആദ്യ വനിത മീരാ കുമാർ 15ാം ലോകസഭ 2009-2014. രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ 16ാം ലോകസഭ 2014-19. സെറ്റല്ലേ? അപ്പം ദേശീയ വനിതാ കമ്മീഷനിൽ ആദ്യ പുരുഷ അംഗം അലോക് റാവത്ത്. വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വനിത ദീപക് സന്ധു. രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആകുന്ന ആദ്യ വനിത VS രമാദേവി. ഏറ്റവും കുറച്ചു കാലവും VS രമാദേവി, ഒരേ ഒരു വനിത മാത്രമേ ആ പദവിയിൽ വന്നിട്ടുള്ളൂ. ലോകസഭാ സ്പീക്കർ ആകുന്ന ആദ്യ വനിത മീരാ കുമാർ 15ാം ലോകസഭ 2009-14. രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ 16ാം ലോകസഭ 2014 മുതൽ 19. ഓക്കെ, 17ാം ലോകസഭയുടെയും നിലവിൽ 18ാം ലോകസഭയുടെയും സ്പീക്കർ ആരാ? പറ. പതിനേഴാം ലോകസഭ, അതുപോലെ 18ാം ലോകസഭ ഇതിന്റെയൊക്കെ സ്പീക്കർ ആരാ? കുട്ടില്ല, ഓം ബിർളയാണ് അല്ലെ? ഓം ബിർള. ഓക്കെ.